മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം സാൽവ ഡൈൻ ഹോട്ടലിൽ വിളമ്പിയ സാലഡിൽ പുഴുവിനെ കണ്ടെത്തി. ബിരിയാണിക്കൊപ്പം നൽകിയ സാലഡിലാണ് പുഴുവിനെ കണ്ടെത്തിയത്. എം.എസ്. ഹരികൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. ഹരി, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഭക്ഷണം കഴിക്കാനെത്തിയ ഒരാളുടെ സാലഡിലാണ് ഇപ്പോൾ പുഴുവിനെ കണ്ടെത്തിയെന്ന് മനസ്സിലാക്കുന്നതാണ് വിവരങ്ങൾ. ഭവ്യ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കഴിക്കാൻ വെച്ചിരുന്ന ഭക്ഷണത്തിലാണ് ഈ പുഴുവിനെ കണ്ടെത്തിയത് എന്നുള്ളതാണ്. നമ്മൾ കലോത്സവം റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ നമ്മൾ ഈ ഹോട്ടലിലേക്ക് തന്നെ വരികയും അതിൽ നമ്മൾ നേർസാക്ഷികളാവുകയാണ് ചെയ്തത്. നമ്മൾ ഓർഡർ ചെയ്തിരുന്ന 2 ബിരിയാണിയിലെ സാലഡിലാണ് പുഴു കണ്ടെത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ആദ്യ സ്പൂണിൽ ഇത് വിളമ്പിയപ്പോൾ തന്നെയാണ് ഇവിടെ നിന്നും ഈ പുഴുവിനെ കണ്ടെത്തിയത്. ഉടനെ അതിൻ്റെ ഹോട്ടലിലെ ആളുകൾ വിളിച്ച് പറയുകയും ചെയ്തു. അതിനുശേഷം അവർ അത് മാറ്റി തരാമെന്ന് പറയുകയും ചെയ്തു. മാത്രമല്ല, ബില്ല് ആവശ്യമില്ല എന്ന് പറയുകയും ഇത് ഒത്തുതീർപ്പാക്കണം, ഇത് ഒരു തരത്തിലും വാർത്തയായി പോകരുതെന്നാണ് ഇവർ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷെ നമുക്ക് കാണാൻ കഴിയും, ദൃശ്യങ്ങൾ ഉള്ളതുപോലെ ഞെട്ടിപ്പിക്കുന്നതാണ്. ജീവനോടെ ഉള്ള ഒരു പുഴുവാണ്. ആദ്യം വിളമ്പുമ്പോൾ തന്നെ പ്ലേറ്റിലേക്ക് മാറ്റുമ്പോൾ തന്നെ ഈ പുഴു ഇഴഞ്ഞു പോവുകയും ഷംന ഞെട്ടുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഈ ഹോട്ടലിലുള്ളവരെ ഇത് അറിയിച്ചത്. അതിനുശേഷമാണ് പിന്നാലെ വന്നത്. ഇത് ആദ്യമായിട്ടല്ല ഈ ഹോട്ടലിനെതിരെ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. സംസ്ഥാനത്ത് തന്നെ ആദ്യമായി ഷവർമ മരണം സംഭവിക്കുന്നത് ഇതേ വഴുതക്കാടുള്ള സാൽവ ഡൈൻ റെസ്റ്റോറൻറ്റിലാണ്. അതിന് പിന്നാലെയുള്ള കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല, നമ്മൾ ഈ ഹോട്ടൽ അധികൃതരോട് ഇതിനുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ഇവർ പറഞ്ഞത് ഇവരുടെ പേരിൽ ഇങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല, ഇത് ആദ്യമായിട്ടാണ് ഇവരുടെ ഹോട്ടൽ കരിയറിൽ തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. പക്ഷേ കൃത്യമായി തന്നെ എടുത്തു പറയേണ്ടത്, നമ്മൾ ഇതുമായി സംസാരിച്ചപ്പോൾ ഇത് ഒരു തരത്തിലും വാർത്തയാക്കരുത് എന്നുള്ളൊരു ആവശ്യം അവർ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഏകദേശം ഉച്ചയോടുകൂടിയാണ് സംഭവം നടന്നത്. 12:30യോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. 12:30ക്കാണ് നമ്മൾ ഈ ഹോട്ടലിൽ എത്തുന്നതും അതിനുശേഷം ബിരിയാണി ഓർഡർ ചെയ്യുകയും ചെയ്തത്. അവിടെയാണ് ബിരിയാണി സാലഡിൽ ഈ പുഴുവിനെ കണ്ടെത്തുകയും ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട ആ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, അത്രയും ആ പുഴു ജീവനോടെ ഇഴഞ്ഞു പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അത് ചത്ത പുഴു, ചത്ത പല്ലി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് ജീവനോടെ ആ പുഴുവിനെ ഈ സാലഡിൽ കാണുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത്രയും ഭീകരമായിട്ടായിരുന്നു ഇതിൻ്റെ ദൃശ്യങ്ങൾ. അതിനുശേഷം ഇത് വാർത്ത കൊടുക്കരുത്, കാരണം നമ്മുടെ 3 പേരുടെയും കഴുത്തിൽ ഈ നമ്മുടെ ന്യൂസ് 18 ടാഗ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ മാധ്യമപ്രവർത്തകരാണെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ വാർത്ത മുന്നോട്ട് പോകരുത്, പുറത്ത് പോകരുത് എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. അത് ഒക്കെ മാറ്റിക്കൊണ്ടാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ എന്തായാലും ഇത് ആദ്യമായിട്ടല്ല ഈ സംഭവം നടക്കുന്നതിന് മുന്നും അതിനുശേഷം ചില്ലി ചിക്കനിൽ മായം ചേർത്ത കേസിലും ഇവർക്കെതിരെ കേസ് ഉണ്ടായിരുന്നതാണ്. പ്രധാനമായും ഇവരുടെ കാസർഗോഡ് ആണ് ഇതിന്റെ ഉടമയുള്ളത്. അദ്ദേഹത്തിനെതിരെയായിരുന്നു 1ാം പ്രതിയായിട്ട് കേസ് എടുത്തിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഈ പുഴുവിനെ കണ്ടെത്തുന്നത്. അതിന് നേർസാക്ഷികളായി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ. ഭവ്യ, അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീ എം.എസ്. ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.